കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അടുത്തു വരുമ്പോൾ പല ജില്ലകളും മനംമാറ്റം പ്രകടിപ്പിച്ച് തുടങ്ങി. തൃശ്ശൂർ ജില്ലയിലെ സർവേ ഞങ്ങൾ മുമ്പ് കൊടുത്തിരുന്നു. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ ആകെ മൊത്തം മാറുന്ന അവസ്ഥയാണ് കാണുന്നത്. തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിക്കാം ഇത്തവണ. തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാംസ്കാരിക വ്യതിയാനങ്ങളുടെ ജില്ലയാണ്. പുതിയ സംഭവങ്ങൾ ഉരുത്തിരിയുന്ന ജില്ലയാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറി. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP തൃശ്ശൂരിൽ തകർന്നടിയുകയും ചെയ്തു. തിരുവനന്തപുരം കഴിഞ്ഞാൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 13 നിയമസഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ഒഴികെ ബാക്കി 12 നിയമസഭാ മണ്ഡലങ്ങളിലും ജയിച്ചത് LDF ആണ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല സ്ഥിതി. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കും. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കുന്നംകുളത്ത് നിന്ന് തുടങ്ങാം. കുന്നംകുളത്ത് AC മൊയ്തീനാണ് നിലവിലെ MLA. 26,631 വോട്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. കുന്നംകുളം LDF നിലനിർത്തും. രണ്ടാമതായി നമുക്ക് കയ്പമംഗലം നോക്കാം. കയ്പമംഗലത്ത് ടൈസൺ മാസ്റ്റർ ശോഭാ സുബിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണ. 22,698 വോട്ടിനാണ് ടൈസൺ മാസ്റ്റർ ശോഭാ സുബിനെ പരാജയപ്പെടുത്തിയത്. ഇത്തവണ ടൈസൺ, അത് CPIയുടെ മണ്ഡലം കൂടിയാണ് കയ്പമംഗലം. ഇത്തവണ ടൈസൺ മാസ്റ്റർ മത്സരിക്കുന്നില്ല. പകരം പുതുമുഖ സ്ഥാനാർത്ഥി CPIക്ക് വേണ്ടി മത്സരിക്കും. എന്തായാലും LDFൻ്റെ ഉറച്ച കോട്ടയാണ്, അല്ലെങ്കിൽ CPIയുടെ ഉറച്ച കോട്ടയാണ് കയ്പമംഗലം. ഇനി വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളി അനിൽ അക്കരയെ കഴിഞ്ഞ തവണ അട്ടിമറിച്ചു. 11,168 വോട്ടിനാണ് സേവ്യർ ചിറ്റിലപ്പള്ളി അനിൽ അക്കരയെ തോൽപ്പിച്ചത്. വടക്കാഞ്ചേരിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് UDF കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം UDF പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ചാലക്കുടിയാണ്. കഴിഞ്ഞ തവണ UDF ജയിച്ച ഏക മണ്ഡലം. സനീഷ് കുമാർ ജോസഫാണ് അവിടെ 1057 വോട്ടിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ഡെന്നീസ് ആന്റണിയെ പരാജയപ്പെടുത്തിയത്. സനീഷ് കുമാർ ജോസഫ് സജീവമാണ് മണ്ഡലത്തിൽ. ഇത്തവണയും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി. അത് UDFനോടൊപ്പം നിൽക്കും. ഇനി കൊടുങ്ങല്ലൂരാണ്. CPIയുടെ ഉറച്ച കോട്ടയായ കൊടുങ്ങല്ലൂർ. അവിടെ മുൻ മന്ത്രി VK രാജൻ്റെ മകൻ VR സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. MLA, നിലവിലെ MLA. 23,893 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചത്. കൊടുങ്ങല്ലൂർ CPIയുടെ ഉറച്ച കോട്ടയാണ്. കൊടുങ്ങല്ലൂരിൽ LDF വീണ്ടും വിജയിക്കും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് സർവേ റിപ്പോർട്ട്. ഇനി ചേലക്കരയാണ്. UR പ്രദീപ് 11,116 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചേലക്കര LDFനെ കൈവിട്ടിട്ടില്ല. ചേലക്കരയിൽ LDF തന്നെ. ഇനി ഗുരുവായൂരാണ്. MK അക്ബർ 11,268 വോട്ടിന് വിജയിച്ച ഗുരുവായൂർ. അവിടെ ഇത്തവണ MK അക്ബർ തന്നെയാണ് സ്ഥാനാർത്ഥി. LDF ആ മണ്ഡലം നിലനിർത്തും. ഇനി ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട R ബിന്ദു തോമസ് ഉണ്ണിയാടനെ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ തോമസ് ഉണ്ണിയാടനെ തോൽപ്പിച്ചത് 5,949 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്.
ബിന്ദു മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് UDF സീറ്റ് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇനി ഒല്ലൂരാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം കാഴ്ചവെച്ച മണ്ഡലമാണ് ഒല്ലൂർ. അവിടെ മന്ത്രി കെ രാജൻ 21,506 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇത്തവണ കെ രാജൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി മറികടക്കാൻ കെ രാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കും. അവിടെ LDF നിലനിർത്തും. ഇനി മണലൂരാണ്. മണലൂരിൽ മുരളി പെരുന്നെല്ലിയാണ് MLA. 21,876 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുരളി പെരുന്നെല്ലി വിജയിച്ചത്. മണലൂരിൽ BM സുധീരൻ സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. BM സുധീരൻ മനസ്സ് തുറന്നിട്ടില്ല. BM സുധീരൻ മണലൂരിൽ നിന്ന് മുമ്പ് വിജയിച്ചിട്ടുണ്ട്. BM സുധീരൻ സ്ഥാനാർത്ഥിയായാൽ മണലൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് UDFന് ആത്മവിശ്വാസമുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. മണലൂരിൽ BM സുധീരനിലൂടെ UDF പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നാട്ടികയാണ്. CC മുകുന്ദൻ, CPIയുടെ CC മുകുന്ദൻ 2,843 വോട്ടിനാണ് കഴിഞ്ഞ തവണ UDFനെ തോൽപ്പിച്ചത്. നാട്ടികയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് UDF കാഴ്ചവെച്ചത് എന്നത് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ നാട്ടിക UDF പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പുതുക്കാടാണ്. പുതുക്കാട് CPMലെ KK രാമചന്ദ്രനാണ് നിലവിലെ MLA. 27,353 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അത് LDF നിലനിർത്തും. ഇനി തൃശ്ശൂറാണ്. കഴിഞ്ഞ തവണ ത്രികോണ പോരാട്ടം നടന്ന തൃശ്ശൂർ. ബാലചന്ദ്രനും സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലും പരസ്പരം പോരടിച്ച തൃശ്ശൂർ. 946 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബാലചന്ദ്രൻ മാഷ് ജയിച്ചു കയറി തൃശ്ശൂരിൽ. ഇത്തവണ തൃശ്ശൂരിൽ വൻപിച്ച മുന്നേറ്റമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയത്. തൃശ്ശൂർ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത്. തൃശ്ശൂർ UDF പിടിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 LDFും 6 UDFും നേടും. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കും എന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെ പ്രത്യേകത. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 7 LDF, 6 UDF.